ഹലോ മൈ ഡിയർ പാരൻസ് ആൻഡ് കിഡ്സ്. ഫോട്ടോൺ വിസ്കിറ്റ്സ് എന്താണ്? അല്ലെങ്കിൽ ഫോട്ടോൺ വിസ്കിറ്റ്സിൽ ഒരു കുട്ടീനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ വാട്ട് മേക്സ് ദ ബിഗ് ഡിഫറൻസ്? ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയ ഓറിയൻറ്റേഷൻ സെഷനാണിത്. അപ്പോൾ ഫോട്ടോൺ വിസ്കിറ്റ്സ് എന്ന് പറയുന്നത് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. ഇതിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ട്യൂഷനാണോ ഫോട്ടോൺ വിസ്കിറ്റ്സ് എന്ന് പറയുന്നത്? എന്നാൽ അതിനുള്ള ഉത്തരം ഇതാണ്. ഫോട്ടോൺ വിസ്കിറ്റ്സ് എന്ന് പറയുന്നത് സ്കൂൾ റിവിഷനോ അല്ലെങ്കിൽ ട്യൂഷനും അല്ല. നമ്മളുടെ ഇൻഹൗസ് ആയിട്ട് തന്നെ നമ്മളൊരു കരിക്കുലം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 1ലോ 2ലോ പഠിക്കുന്ന ഒരു കുട്ടി 3ലോ 4ലോ എത്തുമ്പോൾ അവർക്ക് ബാക്കി കുട്ടികളെ അപേക്ഷിച്ച് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗോയിങ് ടു ദ PPT, ഫോട്ടോൺ വിസ്കിറ്റ്സിന് ഒരു മിഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ബിൽഡിംഗ് ടുമോറോസ് ലീഡേഴ്സ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുട്ടികളെ ഭാവിയിൽ നയിക്കുന്നവരാകണം അല്ലെങ്കിൽ ലീഡേഴ്സ് ആകണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളവരാണല്ലേ. അതൊരു ജെനുവിൻ ഫീലിംഗ് ആണ്. സോ ആ ഫീലിങ്ങിന് ഒരു ലൈഫ് കൊടുക്കുകയാണ് ഫോട്ടോൺ വിസ്കിറ്റ്സ്. ഓൾസോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ചേഞ്ചസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. സോ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആ ചേഞ്ചസ് നാളെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ഈ കുട്ടികളാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാണ്. സോ വി ആർ ബിൽഡിംഗ് ടുമോറോസ് ലീഡേഴ്സ് ഇൻ ദിസ് ഫോട്ടോൺ വിസ്കിറ്റ്സ് പ്രോഗ്രാം. ഇനി നമ്മുടെ ഈ ഫോട്ടോൺ വിസ്കിറ്റ്സിന് ഒത്തിരി കോർ വാല്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ഇൻഡിവിജ്വൽ ലേണറിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി അടുത്ത വാല്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അക്കാഡമിക്സിൽ മാത്രമല്ല ഷൈൻ ചെയ്ത് നിൽക്കേണ്ടത്. അവർക്കൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് വേണം. അത് നമ്മുടെ ഫോട്ടോൺ വിസ്കിറ്റ്സ് ഇവിടെ എൻഷുർ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ ആൻസൈറ്റിയും ഒരു പ്രഷറും ഒരു പബ്ലിക് ഫിയറും കൂടാതെ നമ്മുടെ കുട്ടികളെ ഒരു ക്രൗഡിലോട്ടേക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാം, അതെല്ലാം നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മളുടെ ലൈഫ് പീരീഡിൽ പഠനകാലം എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. സോ പഠനത്തെ എങ്ങനെ ഏറ്റവും രസകരമാക്കാം, ആ രീതിയിൽ പഠനത്തെ എപ്പോഴും അടുത്ത് നിർത്താനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാണ് ഫോട്ടോൺ വിസ്കിറ്റ്സിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലെ കുട്ടികളെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ ട്രെയിൻ ചെയ്യാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു ഓഫീസ് പേർപ്പസിനായാലും എഡ്യൂക്കേഷൻ പേർപ്പസിനായാലും നമ്മൾ ChatGPTയിലൊക്കെ എന്തെങ്കിലും നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൺമുന്നിൽ കിട്ടും അപ്പോൾ തന്നെ. സോ ഈ ChatGPT എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിനാണ് ഇതിൻ്റെ പിന്നിലും. സോ ഇന്നൊവേഷനാണ് എല്ലാം. ഇന്നൊവേഷൻ ഇസ് എവ്രിതിങ്. ഇന്നത്തെ ഒരു ടെക്നിക്കൽ വേൾഡിൽ ഇന്നൊവേറ്റീവ് ആകുക, ക്രിയേറ്റീവ് ആകുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യാണ് ഫോട്ടോൺ വിസ്കിറ്റ്സിൽ. സോ ഇതാണ് നമ്മുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു കരിക്കുലം എങ്ങനെയാണ്, ഒരു കോംപ്രിഹെൻസീവ് കരിക്കുലം നമുക്ക് ഈ പ്രോഗ്രാമിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അത് പക്കയാക്കാൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ആക്കാൻ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ ഇംഗ്ലീഷും മലയാളവും കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റെം സബ്ജക്ട്സ് ആയിട്ടുള്ള സയൻസ്, മാത്സ് അതിൽ ഒരു സ്ട്രോങ്ങർ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പഠനത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവരെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കുക എന്നുള്ളതാണ്. സോ അവർക്ക് അതിന് വേണ്ടിയിട്ട് വാല്യൂസ് അറിയണം, പഠിക്കണം. സോ നമ്മൾ മോറൽ സ്റ്റഡീസ് കൂടെ അതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഓൾസോ അർത്ഥമെറ്റിക് സ്കിൽസ് സ്ട്രോങ്ങർ ആക്കാനായിട്ട്, ഷാർപ്പർ ആക്കാനായിട്ട് നമ്മളിവിടെ കുട്ടികൾക്ക് അബാക്കസ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിട്ട് അലൈൻഡ് ആണ് നമ്മുടെ കരിക്കുലം. അതുകൊണ്ട് തന്നെ മാറുന്ന ഒരു എഡ്യൂക്കേഷൻ വേൾഡിൽ കുട്ടികൾക്ക് നമ്മുടെ ഈ കരിക്കുലം ഒരു അപ്പർ ഹാൻഡാണ്. ഇനി നമ്മൾ നമ്മുടെ കരിക്കുലം നോക്കുകയാണെങ്കിൽ അതിൽ ഫോറിൻ ലാംഗ്വേജസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ചും അറബിക്കുമാണ് ആ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു കരിയർ പ്രോസ്പെക്റ്റീവ്സ് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിരിക്കും. ഓൾസോ മറ്റൊരു കൾച്ചർ പഠിക്കാനും അറിയാനും എല്ലാത്തിനുമുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഈ കരിക്കുലം എന്ന് പറയുന്നത് ഒരു പ്യുവർലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എല്ലാം കുഞ്ഞു കുട്ടികളാണ് അല്ലേ? സോ അവർക്ക് അവരുടെ മെമ്മറിയിൽ ഒരു കാര്യം പഠിച്ചത് നിൽക്കണമെങ്കിൽ കൂടുതലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗെയിം ബേസ്ഡ് ആയിട്ട് പഠിപ്പിച്ചാലേ അവരുടെ മെമ്മറിയിൽ അത് ലൈഫ് ലോങ് നിൽക്കത്തുള്ളൂ. സോ നമ്മളിവിടെ ചെയ്യുന്നതും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു മീഡിയം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഓൺലൈനാണ്. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എവിടെ നിന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾസോ ഒരു ക്ലാസ് മിസ്സായി പോയാൽ ഒരു കുട്ടിയും വെറീഡ് ആകേണ്ട. കാരണം എന്ന് പറയുന്നത് നമ്മൾ അന്നേ ദിവസം തന്നെ റെക്കോർഡഡ് വീഡിയോ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ബാച്ചിൽ 25 സ്റ്റുഡൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് സൈസ് നമ്മൾ ലിമിറ്റ് ചെയ്തേക്കുന്നതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ക്ലാസ് സൈസ് കുറയ്ക്കുമ്പോൾ ഒരു ടീച്ചർക്ക് ഓരോ കുട്ടിയുടെയും വീക്ക് പോയിൻറ്റ്സ് എവിടെയാണ്, സ്ട്രോങ് പോയിൻറ്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള സ്കോപ്പ് കൂടുതലാണ്. ഓൾസോ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ക്ലാരിഫൈ ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് മച്ച് ഈസിയർ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ആ ടീച്ചർക്ക് സുഖമായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാനും മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഈ ചെറിയ ക്ലാസ് സൈസ് ആയതുകൊണ്ട് തന്നെ പിയർ റിലേഷൻസിൻ്റെ ഒക്കെ ഒരു അർത്ഥവും ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. സോ സ്മോൾ ക്ലാസ് സൈസ് മാറ്റേഴ്സ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോൺ ബിസ്ക്കറ്റ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു UPSC എക്സാം അല്ലെങ്കിൽ ബാങ്ക് കോച്ചിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ മെൻറ്ററിനെ കിട്ടും. എന്തിനാണ്? നമ്മുടെ ലേണിംഗ് ഒക്കെ പ്രോപ്പർ ട്രാക്കിലാണോ, നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, അത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മെൻറ്ററിനെ തരും അല്ലേ? സോ ഈ പ്രായത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിനെ ഈ പ്രോഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. എന്തിനാണെന്നല്ലേ? കുട്ടികൾക്ക് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ തന്നെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, അവർക്ക് ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഒരു മെൻറ്ററിന് സാധിക്കും. ഓൾസോ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു ബിസി വേൾഡാണ്. എല്ലാ പാരൻസും തന്നെ വർക്കിംഗ് ആയിരിക്കും. സോ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഒരു മെൻറ്ററിന് ഈസിലി സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ടീച്ചറും മെൻറ്ററും സ്റ്റുഡൻറ്റും അടങ്ങുന്ന ഒരു സ്മോൾ പേഴ്സണലൈസ്ഡ് ഗ്രൂപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് കുട്ടികൾ വളരെ സേഫ് ആയിരിക്കും. ഓൾസോ അവർക്ക് ഇവൻച്വലി ഒരു ഫ്രണ്ടായിരിക്കും ഈ മെൻറ്റർ. സോ ഒരു പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റാണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീക്കിലും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് നോവേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ നമ്മൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൊല്യൂഷനിലോട്ടേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു പ്രോപ്പർ തിങ്കിങ് ചാനൽ ഉണ്ട്. സോ
ആ ഒരു തിങ്കിങ് കേപ്പബിലിറ്റി ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓൾസോ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഗെയിംസൊക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളതാണല്ലേ നമ്മുടെ കുട്ടികൾക്ക്. സോ ക്വിസ് എന്ന് പറയുന്ന ഗെയിമിലൂടെ എങ്ങനെ നോളജ് ട്രാൻസ്ഫർ ചെയ്യാം, ആ രീതിയിലാണ് നമ്മളിവിടെ ക്വിസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കരിക്കുലത്തിൽ ലാസ്റ്റ് വരുന്നതാണ് വേൾഡ് ഓഫ് വിസ് കിഡ്സ്. വാവ്, എന്താണ് ആ പ്രോഗ്രാം? നമ്മുടെയൊക്കെ കുട്ടികൾക്ക് മിക്കപ്പോഴും രാവിലെ എണീറ്റ് ക്ലാസ്സിലൊക്കെ പോകാൻ ഒരു മടി ഉണ്ടാകും. അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ ഒത്തിരി മടിയായിരിക്കുമല്ലേ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാനായിട്ട്. സോ നമ്മളുടെ ഫോട്ടോൺ ബിസ്ക്കറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ഒരു മാക്സിമം 5 to 10 മിനിറ്റ്സ് അടങ്ങുന്ന ഒരു വീഡിയോ കണ്ടൻറ്റ് വരും. കുട്ടികളെ പ്ലസൻ്റ് ആയിട്ട് സ്കൂളിൽ അവർക്ക് പോകാനായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്ററായിട്ട് ആ പ്രോഗ്രാം നമ്മൾ എയർ ചെയ്യുന്നതായിരിക്കും. എന്തിനാണ്? മോർണിംഗ് എനർജി ബൂസ്റ്റ്, അതേപോലെ എഡ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ഡെയിലി ഇൻസ്പിറേഷൻ. ഈ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത്. സോ അതാണ് വേൾഡ് ഓഫ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ വാവ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫോട്ടോൺ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, വൈ ഫോട്ടോൺ ബിസ്ക്കറ്റ്സ്? നമുക്ക് ഇപ്പോൾ ഒത്തിരി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് എല്ലാം ഉണ്ട്. സോ വൈ ഫോട്ടോൺ ബിസ്ക്കറ്റ്സ്? നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂൾസിലും എല്ലാം ഒത്തിരി ഗ്യാപ്സ് ഉണ്ട്. അവരുടെ ടീച്ചിങ്ങിലാണെങ്കിലും ഒക്കെ ഒത്തിരി ഗ്യാപ്സ് ഉണ്ട്. ഓൾസോ ഇന്ന് 1-ലോ 4-ലോ പഠിക്കുന്ന ഒരു കുട്ടി 5-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലോട്ടേക്ക് എത്തുമ്പോൾ ബേസിക് ഒരു 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെയ്യുന്ന മാത്ത് പ്രോബ്ലം പോലും സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓൾസോ ഒരു 1-ലോ 2-ലോ പഠിക്കുന്ന കുട്ടികൾ 3-ലോ 4-ലോ അല്ലെങ്കിൽ 5-ലോ ഹയർ ക്ലാസ്സിലോ എത്തുമ്പോൾ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെൻറ്റൻസ് വായിക്കാനും എഴുതാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഫ്ലോസ് എല്ലാം നമ്മുടെ ഇവിടെ അത് മാറ്റുന്നതാണ്. നമ്മളിവിടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നതാണ്. പിന്നെ കുട്ടികളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നേച്ചർ നമ്മളിവിടെ വളർത്തിയെടുക്കുകയാണ്. സോ ഇതെല്ലാം ഫോട്ടോൺ ബിസ്ക്കറ്റ്സിൽ നമ്മളുടെ കുട്ടികൾക്ക് അവൈലബിൾ ആകുന്നതാണ്. സോ മടിച്ച് നിൽക്കാതെ നമ്മുടെ കുട്ടികളെ ഫോട്ടോൺ ബിസ്ക്കറ്റ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കും. താങ്ക് യു.